സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാത്രിയിൽ പ്രിയങ്കയെ കാണാനായിട്ട് പ്രിയങ്കയുടെ വീടിൻ്റെ പിന്നാമ്പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ ശരത്ത്. അങ്ങനെ പ്രിയങ്കയും ശരത്തും കൂടി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ മറഞ്ഞു നിൽക്കുന്ന രാധിക കേൾക്കുവാണ്. കണിമംഗലത്തിൽ നിന്ന് പ്രിയങ്ക എടുത്തു നിന്ന സ്വർണ്ണങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ശരത്തിനെ ഏൽപ്പിക്കാമെന്നും അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഒരു സിനിമ നിർമ്മിക്കുകയും പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയൊക്കെ ചെയ്യാമെന്നും അവർ തമ്മിൽ സംസാരിക്കുവാണ്. അങ്ങനെ പ്രിയങ്ക അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ശരത്ത് ഫോണിൽ ആരെയോ വിളിക്കുന്നുണ്ട്. അങ്ങനെ അയാളോട് പറയുക, അതെ കാശൊക്കെ സെറ്റാ, പ്രിയങ്ക പൈസയൊക്കെ നമ്മൾക്ക് തരും, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കാൻ പോകുക, അങ്ങനെയൊക്കെ പറഞ്ഞ് ശരത്ത് സന്തോഷത്തോടെ ആരോടോ സംസാരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം രാധിക കേൾക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ശരത്തിന് എന്തോ വലിയ ലക്ഷ്യമുണ്ടെന്നും പ്രിയങ്കയെ ശരത്ത് ചതിക്കുവാണെന്നും രാധികയ്ക്ക് മനസ്സിലാകുവാണ്. പിന്നീട് രാധിക നേരെ പ്രിയങ്കയുടെ റൂമിലേക്ക് ചെല്ലുവാണ് കേട്ടോ. എന്നിട്ട് ശരത്തിനെ കുറിച്ച് പ്രിയങ്കയ്ക്ക് ഒരു വാണിംഗ് കൊടുക്കുക. നീ ആ ശരത്ത് എന്ന് പറയുന്നതിന് വിശ്വസിക്കരുത്, അവനൊരു പെരും കള്ളനാ, അവൻ നിന്നെ ചതിക്കും. അത് കേട്ടിട്ട് പ്രിയങ്ക രാധികയോട് ദേഷ്യപ്പെടുവാണ്. അതെ, ഇയാൾ ഈ കാര്യത്തിലൊന്നും ഇടപെടണ്ട, സ്വന്തം കാര്യം നോക്കി ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നാൽ മതി. പ്രിയങ്കയെ ഞാൻ പറയുന്നതൊക്കെ, വരണിൻ്റെ വീട്ടിലുള്ളവർ എത്ര സ്നേഹത്തോടെയാണ് നിന്നെ കാണുന്നത്, നീ അങ്ങോട്ടേക്ക് തിരികെ പോകണം. അന്നേരം പ്രിയങ്ക പറയണേ, എന്നെ ഇവിടുന്ന് തിരികെ വിടാനുള്ള ഉത്സാഹം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും ഒറ്റ മോളായിട്ട് ഇവിടെ അങ്ങ് ജീവിക്കാമല്ലോ. ഈ അനാഥർക്കൊക്കെയുള്ള ഒരു തരം കോംപ്ലക്സ് അതാണ് നിങ്ങൾക്കുള്ളത്. അന്നേരം രാധിക ദേഷ്യപ്പെടുക. പ്രിയെ, നീ സൂക്ഷിച്ച് സംസാരിക്കണം. പിന്നീട് കാണിക്കുന്നത് ദേവനും യശോദയും കൂടി സംസാരിക്കുന്നതാണ് കേട്ടോ. അന്നേരം ദേവൻ യശോദയോട് പറയണേ, മകൾക്ക് വേണ്ടി എത്ര താഴാനും കുഴപ്പമില്ല, പക്ഷേ അവൾ കൂടി അംഗീകരിക്കണ്ടേ. അവൾ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നത് കാരണം നമ്മളും കൂടിയല്ലേ നാണം കിടുന്നത്. അവൾക്ക് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ? അതെങ്ങനെ സ്വന്തം കാര്യം മാത്രമല്ലേ ഉള്ളൂ. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം പ്രിയങ്കയുടെ ബാഗിൽ കണിമംഗലത്തെ സ്വർണ്ണമൊക്കെ കാണുന്ന ദേവൻ ചോദിക്കുക, നീ എന്തിനാ അതൊക്കെ വീണ്ടും എടുത്തുകൊണ്ട് വന്നത്? അവർ പറഞ്ഞൊന്നും കേട്ടിട്ട് നിനക്ക് മതിയായില്ലേ? അന്നേരം മുത്തശ്ശി പറയണേ, എടാ അവരത് മോൾക്ക് സ്നേഹത്തോടെ കൊടുത്തതല്ലേ. അത് കേൾക്കുമ്പോൾ ദേവൻ ചോദിക്കണേ, അതിൽ സ്നേഹത്തോടെ അവരവരുടെ മകനെ ഇവൾക്ക് കൊടുത്തിരുന്നു, അതവിടെ വലിച്ചെറിഞ്ഞിട്ടല്ലേ പോയെന്ന്. അപ്പോൾ പിന്നെ ഇപ്പോൾ നീ മാത്രം എന്താ ഇത്ര പ്രത്യേകത? അങ്ങനെ അത് കേട്ട് ഒന്നും മിണ്ടാനാവാതെ നിൽക്കുവാണ് പ്രിയങ്ക. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്